ചാർജർ വരുന്നുണ്ട്. അത് എത്രത്തോളം സ്പീഡുണ്ട്, ഹീറ്റ് ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഷോവയുടെ സസ്പെൻഷനൊക്കെ എല്ലാവരും പറഞ്ഞതല്ലേ. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗിയർ ഏതാണ്, സ്പീഡ് എത്രയിലാണ് പോകുന്നത്, എത്രയാണ് നമ്മുടെ ആവറേജ് മൈലേജ്. ഇപ്പോൾ എനിക്ക് 32 ഒക്കെ കിട്ടുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 നമുക്ക് നോക്കാൻ പറ്റും. ടോട്ടൽ കിലോമീറ്റർ നോക്കാൻ പറ്റും. ഏത് ഗിയറിലാണെന്ന് കാണിക്കും. പിന്നെ RPM കാണിക്കും, ടൈമിംഗ് കാണിക്കും, ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണിക്കും, എൻജിൻ ടെമ്പറേച്ചർ കാണിക്കും, ബാറ്ററി വോൾട്ടേജ് കാണിക്കും, സൈഡ് സ്റ്റാൻഡ് ഓൺ ആണോ ഓഫ് ആണെന്ന് കാണിക്കും. പിന്നെ ആ വിൻഡ് ഷീൽഡ് അത്രയ്ക്കൊന്നും പ്രൊട്ടക്ഷൻ ഇല്ല. ഫ്രണ്ട് നമുക്ക് 320mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. വിൻഡ് ഷീൽഡ് ഞാൻ പറയാൻ കാരണം ഇത്രയും കൂടി ഹൈറ്റ് വേണം. ഒരു 80 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ടാങ്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 17 ലിറ്റർ കപ്പാസിറ്റി മാത്രമല്ല, ആ ടാങ്കിൻ്റെ ഷേപ്പും കാലവിടെ ഹഗ് ചെയ്ത് ഇരിക്കാനുള്ളൊരു സുഖമുണ്ട്. നമ്മുടെ മുമ്പത്തെ ടാങ്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കിക്കോ. എത്രത്തോളം ഡിസൈൻ മാറിയെന്നപ്പോൾ ഒരു ഐഡിയ കിട്ടും.